ന്യൂസ് ടെൻസിലേക്ക് വിശദമായി. സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭ പ്രക്ഷുബ്ധം. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ വിഷയം ഉന്നയിച്ച പ്രതിപക്ഷം ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫ് ചെയ്തതോടെ പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് മുന്നിൽ അമ്പലം വിഴുങ്ങികൾ എന്ന ബാനറും ഉയർത്തി. പ്രതിപക്ഷ നേതാവിനെ പോലും കാണുന്നില്ല. അങ്ങോട്ട് ബാനർ താത്താൻ പറ, പ്ലീസ്. ബാനർ അങ്ങോട്ട് താത്താൻ പറ. പ്ലീസ് അംഗങ്ങളൊന്നും അവിടെ ഇരിക്കണം. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല, ഇതൊരു മാന്യമായ രീതിയല്ല. ബഹുമാനപ്പെട്ട ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സഭ ചോദ്യോത്തര വേള അനുവദിക്കണം, പ്ലീസ്. ഇതൊരു അനാദരവാണ്, കേരളത്തിലെ ജനങ്ങളോടുള്ള അനാദരവാണ്. ശ്രീ പി കെ ബഷീർ, ഒന്ന് പറ. അങ്ങ് സീനിയർ അംഗല്ലേ, ഒന്ന് പറ. സ്പീക്കറിന്റെ നിരന്തരമായ ആവശ്യങ്ങളൊന്നും തന്നെ പ്രതിപക്ഷം അംഗീകരിച്ചില്ല. കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ചോദ്യം നമ്പർ 181 ശ്രീ പ്രമോദ് നാരായൺ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. നിങ്ങൾ സ്പീക്കറെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ചോദ്യം ഇതാണ്. ഭരണപക്ഷ MLA-മാർ ഇതേ തുടർന്ന് നടുത്തളത്തിൽ എത്തി. സഭ കലുഷിതമായതോടെ ചോദ്യോത്തരവേള റദ്ദ് ചെയ്ത് സഭാ നടപടികൾ നിർത്തിവെച്ചു. ഒന്നും മറച്ചുവെക്കാനില്ല എന്നും ഒരു കള്ളന്മാരെയും സംരക്ഷിക്കില്ല എന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. അങ്ങ് കാണാത്തോണ്ട് ഞാൻ പറയാണ്, ഇങ്ങനെ ഈ നിയമസഭ ചെയ്യാൻ പാടില്ല. നാട്ടിലാകെ അവമാനം ഉണ്ടാവും. ഏത് തെറ്റായ വൃത്തികെട്ട കാര്യം ഉണ്ടെങ്കിലും അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റാണ് സാർ ഇവിടെ. ഒരു കള്ളന്മാരെ സംരക്ഷിക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നടപടി എടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം മറച്ചു വെക്കാനും ചർച്ച വെക്കാനുമാണ് സാർ ചെയ്യുന്നത്. പുകവറയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, സഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം രാഷ്ട്രീയായുധമാക്കും കോൺഗ്രസും പ്രതിപക്ഷവും എന്നത് ഉറപ്പിച്ചിരുന്നതാണ്. ഇന്ന് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യുന്നു. ഏത് തരത്തിലാണ് വിഷയത്തെ പ്രതിപക്ഷം അഭിസംബോധന ചെയ്യുന്നത്? എന്താണ് സർക്കാരിന്റെ പ്രതിരോധം? അഭിലാഷ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ജീവനക്കാരും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഒതുക്കാനല്ല ഈ വിഷയത്തെ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. അത് ദേവസ്വം മന്ത്രിയിലേക്കും സർക്കാരിലേക്കും തിരിക്കുകയാണ് പ്രതിപക്ഷം. ദേവസ്വം മന്ത്രി രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ഇപ്പോൾ 9:06 ഇന്ന് സഭാ നടപടികൾ ചോദ്യത്തിലുള്ള റദ്ദ് ചെയ്ത് നിർത്തിവച്ചു. പിന്നീട് 10 മണിക്ക് വീണ്ടും 9:58 വീണ്ടും ചേരുമ്പോഴും പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയായിരുന്നു. തുടർന്ന് പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും അധികം റൂൾ 50 നോട്ടീസുകൾ ചർച്ച ചെയ്ത സർക്കാരാണിത്. ചർച്ചയ്ക്ക് പോലും തയ്യാറാകാൻ ധൈര്യമില്ല പ്രതിപക്ഷത്തിന്. അവർ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുകയാണ്. നോട്ടീസ് പോലും ഇല്ലാതെ സഭ തടസ്സപ്പെടുന്നത് അത്യപൂർവമാണ്. സഭാ ചരിത്രത്തിൽ ഇതുവരെ റൂൾ 50 നോട്ടീസ് കൊടുക്കാത്തത് 9 ദിവസം മാത്രമാണ് സഭ സമ്മേളിച്ച ദിവസങ്ങളിൽ. ഇവർക്ക് ഭയമാണ്. സർക്കാർ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുന്നതിൽ ഇവർക്ക് ഭയമാണ്. ചർച്ചയ്ക്കെടുത്താൽ കള്ളി വെളിച്ചത്താകുമെന്ന ഭയമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് ഭരണപക്ഷം ഉന്നയിക്കുന്നത്. നടപടിക്രമം അനുസരിച്ച് ഒരു ശ്രമം പോലും നടത്താതെ ബഹളം ഉണ്ടാക്കുകയായിരുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത്. ജനങ്ങൾക്ക് മുന്നിൽ പ്രതിപക്ഷം നഗ്നരാക്കപ്പെട്ടു എന്നാണ് MB രാജേഷ് പറഞ്ഞത്. വസ്തുതകൾ പുറത്തു വരണമെന്നല്ല, പകരം പുകമറ നിലനിർത്തണമെന്നാണ് ഇവർക്ക് ആഗ്രഹം. തെറ്റ് ചെയ്തവർ ആരായാലും അവരെ വിലങ്ങണിയിച്ച് തുറുങ്കിലടയ്ക്കുമെന്ന ട്രാക്ക് റെക്കോർഡാണ് പിണറായി സർക്കാരിനുള്ളത്. എന്നിട്ടും ഇവർ അതിന് തയ്യാറാകാതെ ബഹളം ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് ഇന്ന് MB രാജേഷ് പറഞ്ഞത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അപ്പോഴും തുടരുകയായിരുന്നു. ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു. ബാനർ മാറ്റാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു. തുടർന്നും മറ്റു നടപടികളിലേക്ക് സർക്കാർ കടക്കുകയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ സംസാരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഇന്ന് സഭയ്ക്ക് അകത്ത് ഉയർത്തിയത്. പ്രത്യേകിച്ച് പ്രതിപക്ഷം ബാനറുകളുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. സ്പീക്കറിന്റെ ഡയസ് മറച്ചുവെച്ചുകൊണ്ട് ബാനറുകൾ ഉയർത്തിപ്പിടിച്ചു. അമ്പലം വിഴുങ്ങികൾ എന്ന് ആരോപിക്കുന്ന ബാനറുകൾ ആണ് ഉയർത്തിയത്. അതേസമയം ഭരണപക്ഷം പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചുവെങ്കിലും
സഭാ നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിനില്ല എന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്നുമായിരുന്നു ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ മറുപടി. പക്ഷേ സഭയിൽ പ്രതിപക്ഷം ചോദ്യോത്തരവേള പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യം ആണ് ഉള്ളത്. ശരണം വിളിച്ചുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. ചർച്ച ചെയ്ത ഒരു നിയമസഭയാണ് സർ ഈ നിയമസഭ. ഒരുപക്ഷെ ലോക പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായിരിക്കും ഇത് ഏത് വിഷയവും ചർച്ച ചെയ്യാനുള്ള ഈ സർക്കാരിന്റെ ആത്മവിശ്വാസവും ധൈര്യവും ജനാധിപത്യ ബോധവുമാണ് സർ വ്യക്തമാക്കുന്നത്. ഏതൊരു ചർച്ചയെയും അഭിമുഖീകരിക്കാൻ ധൈര്യമുള്ളൊരു ഗവൺമെന്റ്. അതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവാൻ പോലും ധൈര്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ചർച്ചയെ അഭിമുഖീകരിക്കാൻ തയ്യാറുള്ളൊരു ഗവൺമെന്റും ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പ്രതിപക്ഷവുമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 4 തവണയാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തത്. 6 ദിവസത്തിനുള്ളിൽ 4 തവണ. സർ, ഈ സർക്കാരിന്റെ ആത്മവിശ്വാസത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇന്ന് നോട്ടീസ് പോലും നൽകാതെ ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത്, അതും ചരിത്രത്തിൽ അത്യപൂർവമായ തരത്തിൽ ചോദ്യോത്തരവേള തന്നെ തടസ്സപ്പെടുത്തുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ഭീരുത്വത്തെയാണ് സർ കാണിക്കുന്നത്. സർ, 188 ദിവസം ഈ നിയമസഭ സമ്മേളിച്ചു. ഇതുവരെ ഈ സഭ നിലവിൽ വന്ന് 188 ദിവസം ഒരു നോട്ടീസ് പോലും അടിയന്തര പ്രമേയത്തിന് കൊടുക്കാതിരുന്നത് ആകെ 9 ദിവസം മാത്രമാണ്. ഇപ്പോഴിതാ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിൽ ഒരു നോട്ടീസെങ്കിലും കൊടുക്കാനുള്ള പാർലമെന്ററി മര്യാദ സഭയോടുള്ള നിയമസഭയിൽ വലിയ പ്രതിഷേധം ആണ് ഇന്ന് ഉയർന്നത്. പ്രതിപക്ഷം സ്വർണ്ണപ്പാളി വിവാദത്തെ ആയുധമാക്കിക്കൊണ്ട് സഭയിലേക്ക് എത്തുന്ന സാഹചര്യം ആണ് ഉള്ളത്. നിരവധിയായ ചോദ്യങ്ങൾ ശേഷിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ദേവസ്വം മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങുകയും ചെയ്യുന്നു. വിജയ് മല്യ 98-ൽ സ്വർണ്ണപ്പാളികൾ പതിച്ചപ്പോൾ അതിൽ നിന്ന് 5 കിലോ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ്. ആ തിരക്കഥയുമായി വന്ന പ്രതിപക്ഷം ജനങ്ങളുടെ മുമ്പിൽ നഗ്നരാക്കപ്പെട്ടിരിക്കുകയാണ് സർ. വസ്തുതകൾ പുറത്തു വരുമെന്ന ഭയമാണ് ഇവർക്കുള്ളത്. വസ്തുതകൾ പുറത്തു വരണമെന്നല്ല ഇവരാഗ്രഹിക്കുന്നത് പുകമറ നിലനിർത്തണം എന്നതാണ്. പുകമറ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഈ നാടകം ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, കേരളത്തിലെ സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും അവരെ കൈവിലങ്ങണിയിച്ച് തുറുങ്കലടച്ച ചരിത്രമാണ് സാർ ഈ സർക്കാരിനുള്ളത്. അതിവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് സാർ, പ്രതിപക്ഷത്തിന്റെ ഈ നടപടി സഭയോടുള്ള ആദരവാണ്, ഇത് ചെയറിനോടുള്ള അനാദരവാണ്, കേരളത്തിലെ ജനങ്ങളോടും ജനാധിപത്യത്തോടുമുള്ള അനാദരവാണ് എന്ന് രേഖപ്പെടുത്താൻ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ബാനർ ഒന്ന് മാറ്റി പ്ലീസ്. അവിടെ പോയിരിക്കെ നിങ്ങൾ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താണ് അത് പറ. ഓൺ വാട്ട് ഗ്രൗണ്ട്? എന്ത് ഗ്രൗണ്ടിലാണ്